ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു റീക്രിയേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഓൾഡ് ഡ്രസ്സിനെ നമുക്കൊരു ന്യൂ ലുക്കാക്കി മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നോളൂ, നമുക്കൊരു അടിപൊളി ഡ്രസ്സ് ഇതിന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓൾഡ് ഡ്രസ്സ് കൊണ്ട് ഒരു സ്ട്രാപ്പ് ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഞാൻ സ്ട്രാപ്പിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യമൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇതിമത്തെ വർക്കാണ് നമ്മൾ ഒഴിവാക്കുന്നത്. വർക്കും കാര്യമൊക്കെ ഉള്ള ഡ്രസ്സാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്കൊക്കെ എടുത്ത് ഒഴിവാക്കാം. അതിന് മുമ്പ് നമ്മൾ ഇത് ഷേപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് ചെയ്ത സ്റ്റിച്ചൊക്കെ പൊട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇതിന് ഇവിടെ ഈ ഒരു ടൂള് ഉപയോഗിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡത്തേയും സ്റ്റിച്ച് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമത്തെ സ്ലീവ് ഒന്ന് ഒഴിവാക്കാം. കാരണം നമ്മൾ സ്ട്രാപ്പ് ഡ്രസ്സാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് വേണ്ട, അപ്പോൾ സ്ലീവ് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അതും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് അയച്ച് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും മതി കേട്ടോ. ഇത് മാറ്റി വെക്കണം, നമുക്ക് ഇതുകൊണ്ട് വേറെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഡ്രസ്സ് മറിച്ചിട്ടിട്ട് ഈ വർക്ക് നെറ്റ് മൊത്തത്തിൽ നമുക്ക് ഇതിമൊന്ന് എടുത്ത് ഒഴിവാക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ഇങ്ങനെ പൊട്ടിച്ച് എടുത്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ നീറ്റായിട്ട് എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഞാൻ എടുത്തിട്ടുള്ള ഈ ഡ്രസ്സിന് വർക്ക് ഉണ്ടായതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം ഞാനിതാ മൊത്തത്തിൽ ഇവിടെ നല്ല നീറ്റായിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രസ്സിന് നെക്ക് ലെങ്ത് എത്ര ഉണ്ടോ അതുവരെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ താഴേക്ക് പോകരുത്, അതിനനുസരിച്ചാണ് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത്. ഇതിമെന്താ ഈ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. അതോടെ ഈ ഡ്രസ്സിമത്തെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഉള്ള ഒരു പീസാണ്. ഇതിനെ നമുക്ക് രണ്ടാക്കി മടക്കിയിടാം. എന്നിട്ട് നെക്ക് ഇവിടെ 3 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. താഴേക്ക് ഇതുപോലെ 2.5 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കേവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ ഞാൻ ഇവിടെ എടുക്കുന്നത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നിങ്ങളെ സൈസിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ നെക്കിന് എടുത്ത് അവിടുന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചേരിച്ചിട്ട് വരച്ചു കൊടുക്കാം. സംഭവം ഒരു ഏകദേശം സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ കട്ടിങ് പോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല, അധികം ലെങ്ത് ഇല്ലാണ്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിക്കുള്ളതാണ്. ഇനി ബാക്ക് പാർട്ടിക്കുള്ളത് കട്ട് ചെയ്യാം. അത് ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ആയിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ഒരു പീസ്. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല, ഇതുപോലെ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ലീവിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്മേൽ നമുക്ക് ഇതുപോലെ ഒരു പീസ് നല്ല വൃത്തിക്ക് എടുക്കാം. സ്റ്റിച്ചൊന്നും കുടുങ്ങാത്ത, അതായത് സ്ലീവ് മൂട്ടീൻ്റെ സ്റ്റിച്ചൊന്നും കുടുങ്ങാത്ത ഭാഗം നോക്കിയെടുക്കുക. ഇനി സ്ട്രാപ്പിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പറഞ്ഞുതരാം. വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് 9 ഇഞ്ചുമാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. അത് നിങ്ങളെ സൈസിനനുസരിച്ച് ചെയ്യുക. വിടുത്ത് പിന്നെ 2 ഇഞ്ച് തന്നെ എടുത്താൽ മതി, അത് പ്രശ്നമില്ല. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കട്ടിങ് ഒക്കെ ഭയങ്കര സ്പീഡിലാണ് കാണിക്കുന്നത്, കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതെനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ വീഡിയോസ് ഇതുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും, അതായത് കട്ട് ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഭാഗം ഞാൻ അടിച്ച് കളയലാണ്. അതാണ് ഞാൻ അത് സ്പീഡാക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഈ ഒരു പീസിൻ്റെ കര അടിച്ചെടുക്കണം. രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും അടിക്കണ്ട, ഒരു സൈഡ് മാത്രം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടത്തേയും കൂടെ സ്റ്റിച്ച് ചെയ്യാം. അതും ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് 2ആക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ട്രാപ്പും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് 2 മടക്ക് മടക്കിയിട്ട് എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കര അടിച്ചിട്ട്, അതായത് തട്ടത്ത് കൂടെ അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കാം. ആ സ്ട്രാപ്പും അങ്ങനത്തെ സ്ട്രാപ്പും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 2 സ്ട്രാപ്പും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഈ സ്വീറ്റ് ആർട്ട് പോലെ കട്ട് ചെയ്തല്ലോ, അത് നമുക്കിവിടെ അടിച്ചെടുക്കണം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ മേൽഭാഗം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. ആ ഇഞ്ചിൻ്റെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കാണാനാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഈ ഒരു ഹാർട്ടിൻ്റെ കോണായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുത്തി കൊടുക്കാം. ഇത് എന്തായാലും പിന്നുത്തി കൊടുക്കേണ്ടി വരും, കാരണം ഞാൻ എടുത്ത മെറ്റീരിയൽ അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ തന്നെ പിന്നുത്തി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകുമൊന്നുമില്ല. ഞാൻ എടുത്തിട്ടുള്ള ഈ ഡ്രസ്സ് ഭയങ്കര ഒരു ഒലിഞ്ഞ് നിൽക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പല സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനത് ഒതുക്കിയെടുത്തത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതുപോലെ വെച്ചത് മൊത്തത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ മുതൽ ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ഷേപ്പ് തന്നെയാണ് മാറിപ്പോവും. ഞാനിവിടെ നല്ല സമയം എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ വീഡിയോ സ്പീഡാക്കി കൊടുത്തതാണ്. അപ്പോൾ നല്ല സമയമൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ടിങ് അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടണം, എന്നാലേ ആ ഹാർട്ടിൻ്റെ ഷേപ്പ് അതുപോലെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ സ്ട്രാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കെട്ടിട്ട് അടിക്കണേ, അല്ലാതെ നിങ്ങൾ സ്ട്രാപ്പ് ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊന്ന് മറിച്ചെടുക്കാം. ആ സ്ട്രാപ്പ് പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം, എന്നാലേ അത് ആ വൃത്തിക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അപ്പോൾ ഇതുപോലെ കിട്ടും, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ പതിച്ചടിച്ചെടുക്കുമ്പോൾ ഉള്ളിലത്തെ ലൈനിങ് കാണാത്ത രീതിക്ക് നല്ല വൃത്തിക്ക് തന്നെ പതിച്ചടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള ലൈനിങ് വേറെ ഏതോ ഒരു കളറാണ്, ഒട്ടും മാച്ചല്ലാത്തൊരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നല്ല മാച്ചാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ആ പീസിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതോടെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ മൊത്തത്തിൽ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ ആദ്യം ഇതുപോലെ ഒന്ന് നിർത്തിയിടുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ അളവ് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേർവായിട്ട് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ടോ, ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നല്ല ശ്രദ്ധിച്ച് കാണാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്കത് ഫ്രണ്ട് നല്ല ഭാഗത്ത് വെച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ മറിച്ചിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലത്തെ ആ ലൈനിങ് തുണി കാണുകയേ ചെയ്യരുത്, അത് കാണാത്ത രീതിക്ക് നല്ല വൃത്തിക്ക് വലിച്ചിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേർവായിട്ട്, അതായത് ആം ഹോൾ കട്ട് ചെയ്തല്ലോ, ആ ആം ഹോളിൻ്റെ അവിടെ ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസ് ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ഒന്ന് ആദ്യം ഈ എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇതുപോലെ ഒരു തവണ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എവിടെ മടക്കങ്ങട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ മടക്കിട്ടാൽ മതി കേട്ടോ, വലിയ മടക്കൊന്നും ചെയ്യേണ്ട. കുഞ്ഞ മടക്കിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാൻ സ്റ്റിച്ചിങ് നല്ല സ്പീഡാക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഇതുപോലെ കിട്ടും. ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യൽ. നിങ്ങളിതുപോലെ ആരെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര ആൾക്കാർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്, പക്ഷേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വൃത്തികേടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത സ്ട്രാപ്പ് ബാക്കിലും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതോടെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഡ്രസ്സിന് നല്ല വിരിവ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, ബൈ.